ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ്, നിങ്ങളുടെ ഒന്നും മറന്നുപോയിട്ടുണ്ടാവില്ല, നമ്മുടെ തെരുവ് നായ ശല്യം അല്ലെ. തെരുവ് നായകളെ ഈ പബ്ലിക് പ്ലേസിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ മുഴുവൻ പിടികൂടി ഒരു പ്രത്യേക അവർക്ക് ഒരു ഷെൽട്ടറിലേക്ക് മാറ്റണം. സുപ്രീം കോടതി പറഞ്ഞില്ലായിരുന്നോ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്? എന്നിട്ട് എന്താ ചെയ്തത്? ശബരിമല യുവതികൾക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉള്ള ആൾക്കാരെ മുഴുവനും, ആരിഫിന്റെ ഒരു പ്രസംഗം കണ്ടപ്പോൾ കേട്ടോ, ഞങ്ങളൊന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ SFI കുട്ടികളും DYFI കുട്ടികളും നിരനിരയായി വന്ന് കയറുന്ന പറഞ്ഞത്. പക്ഷേ ഏറ്റവും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തെരുവ് നായകളെ പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞിട്ടും ഇവിടുത്തെ തദ്ദേശ ഭരണ വകുപ്പ്, MP രാജേഷിന്റെ വകുപ്പ് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഏറ്റവും നാണക്കേട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലല്ലേ ഒരു കിടപ്പ് രോഗിയായ ഒരു സ്ത്രീയെ തെരുവ് നായ കടിച്ചു വന്നത്? ഇത്ര നാണം കെട്ട സർക്കാർ. അവർക്ക് ആവശ്യം എന്താണ്? ഹൈന്ദവ വിരുദ്ധത. ഇതാണ് ഇപ്പോഴും പിണറായി സർക്കാർ കൈക്കൊള്ളുന്നത്. പക്ഷേ പഴയ പോലെ അതങ്ങോട്ട് പറയുന്നില്ല. അതാണ്ട് ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് വേറൊരു കാര്യം, ഈ പണ്ടൊരു വനിതാ എന്താ പറയാ നവോത്ഥാന മതിൽ കെട്ടിയിരുന്നല്ലോ. അതായത് ഞങ്ങൾ നവോത്ഥാനത്തിന്റെ പ്രവാചകരാണ്, നവോത്ഥാനത്തിന്റെ സൃഷ്ടാക്കളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനേക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ട, കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നത് ചട്ടമ്പി സ്വാമികളോ ശ്രീനാരായണ ഗുരുവോ എന്നല്ല, പകരമാരാണ് തൈക്കണ്ടി തറവാട്ടിലെ പിണറായി വിജയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ അധമൻ ചെയ്തതാണ് ഈ പറയുന്ന തോന്നിവാസം മുഴുവനും. എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഒരു എന്താ പറയാ നവോത്ഥാന മതിൽ കെട്ടി. ഈ നവോത്ഥാന മതിൽ അതായത് ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ഏത് വിധേനയും ആരാധന നടത്താനുള്ള സൗകര്യമുണ്ട് അല്ലെ, എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും. പക്ഷേ ശബരിമലയിലെ ഒരു പ്രത്യേക അവിടുത്തെ താന്ത്രിക വിധിപ്രകാരം, അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ആ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ അവിടെ സ്ത്രീകൾക്ക് കയറിക്കൂടാ ഒരൊറ്റ വിലക്ക് മാത്രമേ എവിടെയുള്ളൂ. ഇത് ഇവിടുത്തെ ഭക്തകളായ സ്ത്രീകളൊക്കെ അംഗീകരിച്ച കാര്യമാണ്. ഒരു ഭക്തയായ സ്ത്രീ പോലും എനിക്ക് പോകണം പറഞ്ഞിട്ടില്ല. ഭക്തകളായ സ്ത്രീകൾ മുഴുവനും ആ ആചാരത്തോട് എന്താ പറയാ വളരെ 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 ആഹ്ലാദകരമായി തന്നെ യോജിപ്പ് പ്രകടിപ്പിച്ചവരാണ്. അപ്പോഴാണ് നവോത്ഥാന മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടുവന്നത് അറിയോ? മുസ്ലിം സ്ത്രീകളെ. അതായത് പർദ്ദയിട്ട, സ്വന്തം ശരീരം പ്രദർശിപ്പിക്കാൻ കൂടി അനുവാദമില്ലാത്ത, ഒരു പള്ളിയിലും കയറാൻ അനുവദിക്കാത്ത മുസ്ലിം സ്ത്രീകളെ കൊണ്ടുവന്ന് കണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പള്ളിയിലും കയറാൻ അവരുടെ മതം അനുവദിക്കുന്നില്ല. എന്നിട്ട് അവരാ പറയുന്നത് അയ്യപ്പന്റെ അടുത്തേക്ക് എല്ലാ സ്ത്രീകളെയും കയറ്റണം എന്ന് പറഞ്ഞ ഏറ്റവും അപഹാസ്യമായ ഒരു നവോത്ഥാനം അതിലിവിടെ കെട്ടിയല്ലേ. ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക എന്താ പറയാ സ്ത്രീ പക്ഷവാദികളൊക്കെ ഘോരഘോരം വാഴ്ത്തി പിണറായി വിജയനെ. ഇപ്പൊ എന്താരും മിണ്ടാത്തത്? പിണറായി വിജയൻ പിന്നോക്കം പോയി. യഥാർത്ഥത്തിൽ ഒരു അഴകുഴമ്പൻ നിലപാടാണ് എങ്കിലും ഫലത്തിൽ ഇവര് പിന്നോക്കം പോവുകയാണ് ചെയ്തത്. അതാണ് ഇത്. ഈ എന്താ പറയാ 7 ചോദ്യങ്ങളുടെയും ഉത്തരം വായിക്കുമ്പോൾ പഴയ നിലപാടിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും പഴയ നിലപാടിൽ പോലും ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണോ ഇവിടെയാണോ എന്ന് ഇപ്പോഴും കൃത്യമായി പറയാൻ ധൈര്യമില്ലാത്ത, ഉളുപ്പില്ലാത്ത അല്ലേ, പറയേണ്ട ധൈര്യമായിട്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പാടില്ല. അതല്ലെങ്കിൽ പറയണം ഞങ്ങൾ നവോത്ഥാനത്തിന്റെ പക്ഷത്താണ് ഇപ്പോഴും, അവിടെ ഏത് സ്ത്രീകൾക്കും കയറാം. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്തായിരുന്നു? അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ തോറ്റുപോയിക്കോട്ടെ, 4 വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദർശത്തെ പണയപ്പെടുത്തില്ല, ഞങ്ങൾ പിന്നോട്ട് പോവില്ല. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി അല്ലേ, പുതിയ പാർട്ടി സെക്രട്ടറി ഉണ്ട്. അയാൾ കോപ്പിലാട്ടി കളിക്കാൻ അയാൾക്ക് അറിയുള്ളൂ. കോപ്പിലാട്ടി ഭാഷാണ്, കോപ്രായ ഭാഷാണ്, കോമാളി ഭാഷാണ്, കളിഭാഷാണ്. ഈ മനുഷ്യൻ ഇപ്പൊ വായ തുറന്ന ആൾക്കാർ ഹോ എന്ന് പറഞ്ഞ കൊഞ്ഞനം കാട്ടാൻ മാത്രം അറിയുന്ന, കൊഞ്ഞനം കുത്താൻ മാത്രം അറിയുന്ന ഗോവിന്ദൻ എന്താ പറഞ്ഞത്? ഞങ്ങള് വിശ്വാസികൾക്ക് ഒപ്പമൊന്നല്ല എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമൊന്നുമല്ല. പക്ഷെ അത് കേട്ടാൽ നമുക്ക് ആർക്കും തിരിയൂല. മൂപ്പര് വളരെ സൈദ്ധാന്തിക രീതിയിൽ അവസാനം ഒന്നും മനസ്സിലാക്കാതെ ഹ ഹു 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 എന്ന് പറഞ്ഞാൽ കന്യു എന്ന് മറ്റേ ഡബിളെ റഹീം പറഞ്ഞ പോലെ ആണ് ഗോവിന്ദനും പറയാ. ഇങ്ങനെ ഈ പറയുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോലും ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാർ അല്ലേ.
മലയാള മനോരമയുടെ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജിയിൽ നിലപാട് വ്യക്തമാക്കാതെ തീരുമാനം കോടതിക്ക് വിട്ട് സംസ്ഥാന സർക്കാർ. മതപണ്ഡിതരുടെയും പ്രമുഖരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് കോടതി നിഷ്പക്ഷമായി തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ പറയുന്ന സർക്കാർ, അതേസമയം ആവശ്യമെങ്കിൽ യുവതീ പ്രവേശനത്തിലെ അടക്കം നിയന്ത്രണങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് തടസ്സമില്ല എന്ന വാദവും ഉന്നയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാരിന് നിയമനിർമ്മാണം നടത്താം എന്ന് തന്നെയാണ് പറയുന്നത്. സർക്കാരിന് നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നോക്കൊന്നും പോയിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ഹൈന്ദവ വിശ്വാസികൾക്കെതിരാണ്. കേടോ, എളുപ്പുണ്ടെങ്കിൽ തുറന്നു പറയടോ, മൈക്കിൽ പറ, പൊതുയോഗം വിളിച്ചുകൂടി പറ, ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്, ഞങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരാണ്, ഞങ്ങൾ ആചാരങ്ങൾക്കെതിരാണ്, ഞങ്ങൾ ആചാര ലംഘനത്തിനൊപ്പമാണ്, അവിടെ ഇനി ഞങ്ങൾ സ്ത്രീകളെ കയറ്റുമെന്ന് ധൈര്യമായിട്ട് പറയടോ എളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയ. ഇനിയും ഹൈന്ദവ സമൂഹത്തെ പറ്റിക്കാനാണല്ലോ തന്റെ ശ്രമം. ഇതിവിടത്തെ ജനങ്ങൾക്ക്, ഇവിടത്തെ വിശ്വാസികൾക്ക് കൃത്യമായ തിരിച്ചറിവുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടവരല്ലടോ നിങ്ങൾ, അയ്യപ്പന്റെ സ്വർണം കട്ടവരല്ലേ? അത് കഴിഞ്ഞിട്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ട്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പൈസ അടിച്ചു മാറ്റിവരല്ലടോ നിങ്ങൾ. കക്കുക, മുക്കുക, നക്കുക. അത് തന്നെയാണ് ഈ ശബരിമല ഈ നിലപാടിൽ അഴകുഴമ്പൻ നിലപാടിൽ എന്താണെന്ന് കൃത്യമായൊരു സഖാവിനോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. ഞങ്ങൾ പണ്ടേ നിലപാടാണെന്ന് പറയുന്നത്. പഴയ നിലപാട് എന്താണ്? ഞങ്ങൾ മാറിയിട്ടില്ല എന്നാ പറയുന്നത്. മാറിയിട്ടില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഇപ്പോഴും ആചാര ലംഘനത്തിനൊപ്പമാണ്, ഞങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പമല്ല, ഞങ്ങൾ ഇതിന് വിരുദ്ധരാണ് എന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമ ആ വാർത്ത കൊടുത്തത്. മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത അവതരിപ്പിച്ചെന്ന് കൂടി നോക്കാം. കേരളകൗമുദി മറ്റൊരു രീതിയിലാണ് കൊടുത്തത്. അതായത് യുവതീ പ്രവേശനത്തിൽ സർക്കാർ മതാചാരങ്ങൾ സംരക്ഷിക്കണം എന്നാണ് കേരളകൗമുദിയുടെ തലക്കെട്ട്. മതാചാരങ്ങൾ സംരക്ഷിക്കണം, മതപണ്ഡിതരുടെ അഭിപ്രായം തേടണം, ജനവിശ്വാസത്തിന്റെ പ്രശ്നം. യുവതീ പ്രവേശനം വേണ്ടെന്ന് നേരിട്ട് പറഞ്ഞില്ല, യുവതീ പ്രവേശനം വേണ്ട എന്ന് നേരിട്ട് പറഞ്ഞില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മതാചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് മലയാള മനോരമ പറയുന്നു കോടതി നോക്ക്, ഞങ്ങളൊന്നും പറയുന്നില്ല, കോടതി നോക്കിയാൽ മതി. കേരളമോദി പറയുന്നു മതാചാരങ്ങൾ സംരക്ഷിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഇവരെന്താ പറയുന്നതെന്ന് പത്രങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാത്ത സ്ഥിതി. നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി എന്താ പറയുന്നു? ഓക്കെ, ദേശാഭിമാനി പറയുന്നത് മതാചാരങ്ങളുടെ പുനഃപരിശോധന തീരുമാനിക്കേണ്ടത് കൂടിയാലോചനയിലൂടെ എന്ന് പറയുന്നത്. തീരുമാനിക്കേണ്ടത് കൂടിയാലോചന. ആരുമായിട്ട് കൂടിയാലോചന? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് മതപണ്ഡിതന്മാർ. ഇവർ വേണമെങ്കിൽ മതപണ്ഡിതന്മാരെ കൊടുക്കും, മതപണ്ഡിതന്മാരെ ഇവരെ AKG സെന്ററിന് കൊടുക്കും, എന്നിട്ട് തീരുമാനിക്കും അവിടെ സ്ത്രീകളെയും കയറ്റാമെന്ന്. അതാണ് പറയുന്നത്. ഇനി മാതൃഭൂമി പറയുന്നത് മാതൃഭൂമി പറയുന്നു ശബരിമല യുവതീ പ്രവേശം മതപണ്ഡിതർ പറയട്ടെ. മാതൃഭൂമി എങ്ങനെ പറയുന്നത്? മതപണ്ഡിതർ പറയട്ടെ. 2007 VS സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ച് 2007 VS സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ നേരത്തെ 2007 തന്നെ VS സർക്കാർ നൽകിയ സത്യവാങ്മൂലം, അതിനുശേഷം ഉമ്മൻചാണ്ടി ആ സത്യവാങ്മൂലം മാറ്റിയിരുന്നു. അവിടെ സ്ത്രീകളെ കയറ്റിക്കൂടാ, ഞങ്ങൾ ആചാരം സംരക്ഷിക്കും എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിരുന്നു. വീണ്ടും വന്ന പിണറായി സർക്കാർ ഞങ്ങൾ നേരത്തെ VS സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലം തന്നെയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് എന്നാണ് മാതൃഭൂമി പറയുന്നത്. മതപണ്ഡിതർ പറയട്ടെ. മതാചാരങ്ങൾ കോടതി പരിശോധിക്കുമ്പോൾ മതപണ്ഡിതരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അഭിപ്രായം തേടണമെന്ന 2007 VS സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ. മതാചാരത്തിന്റെ പേരിൽ ഗുരുതര മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി സമൂഹത്തിന് പുറത്തുള്ളവർക്കും ചോദ്യം ചെയ്യാമെന്നും സർക്കാർ വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾക്കൊപ്പമല്ല സർക്കാർ. അതാണ് ഇതിന്റെ ഇത്രയും വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് ഇതിനെ സമീപിക്കാമെങ്കിലും ഇതിന്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി, പിണറായി വിജയൻ സർക്കാർ വിശ്വാസികൾക്കൊപ്പമല്ല.
അവർക്ക് ആവശ്യം അയ്യപ്പന്റെ സ്വർണ്ണമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കണം. അയ്യപ്പ മഹാസംഗമം നടത്തിയിട്ട്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിൻ്റെ അകത്തുനിന്നും കക്കണം, കൈയിട്ട് വാരണം. ഇപ്പം ഏറ്റവും അവസാനം മൂന്നാമതായി വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ വോട്ട് വേണം, പക്ഷെ നിങ്ങളുടെ വിശ്വാസമൊന്നും ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങളിവിടെ നിയമനിർമ്മാണം നടത്തും, ഞങ്ങൾ ഇനിയും സ്ത്രീകളെ കയറ്റും എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് സുപ്രീം കോടതി അറിയിച്ചു. പക്ഷേ ഇപ്പോഴും എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. അതായത് നേരത്തെ സർക്കാരിൻ്റെ നിലപാട് ആചാര ലംഘനത്തിൻ്റെതായിരുന്നു. ശബരിമലയിൽ ആചാരം ലംഘിക്കാം, അവിടേക്ക് സ്ത്രീകളെ കയറ്റിവിടാം. സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ നേരത്തെ നിഷേധിക്കപ്പെട്ട, അതായത് ഒരു പ്രത്യേക പ്രായ പരിധിയിലുള്ള സ്ത്രീകളെ അവർക്ക് ശബരിമലയിൽ കയറാൻ പാടില്ല എന്നായിരുന്നു അവിടുത്തെ ശബരിമലയിൽ ഒരു ആചാരം. അതാണ്. പക്ഷെ ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകളെയും കയറ്റിവിടാം എന്നുള്ളതായിരുന്നല്ലോ സർക്കാരിൻ്റെ നേരത്തെയുള്ള നിലപാട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ ചില ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ പോലീസിന്റെ സംരക്ഷണത്തോടെ, പോലീസിന്റെയൊക്കെ യൂണിഫോം ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് അർദ്ധരാത്രിയുടെ മറവിൽ കയറ്റിവിട്ട് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിന്റെ ആകെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയത്. ഇതിനെതിരെ നാമജപ ഘോഷയാത്ര നടന്നു. പോലീസ് വളരെ കർക്കശമായി നേരിട്ടു. നിരവധി ആൾക്കാർക്കെതിരെ, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കേസുകൾ എടുത്തു. അങ്ങനെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ ആകെ അധിക്ഷേപിച്ച, അവഹേളിച്ച സർക്കാർ ഈ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ പഴയ നിലപാടിൽ നിന്ന് മാറി എന്ന് സർക്കാർ വ്യക്തമായി പറയുന്നില്ല. സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞത് സർക്കാർ പഴയ നിലപാടിൽ നിന്നൊക്കെ മാറി, ഇപ്പം ആചാര ലംഘനത്തിന് അനുകൂലമല്ല, ആചാര സംരക്ഷണമാണ്, സ്ത്രീകളെ അവിടെ കയറ്റാൻ പാടില്ല എന്നതൊക്കെയാണ് ഇപ്പൊ സർക്കാരിന്റെ നിലപാടെന്നാണ് നമ്മൾ അറിഞ്ഞില്ല എന്നാണ് സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ സുപ്രീം കോടതി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടേ എന്നുള്ള ഡയറക്റ്റ് ചോദ്യമില്ലായിരുന്നു, ശരി തന്നെ. പക്ഷെ എങ്കിലും സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ, ആ മറുപടി ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സർക്കാരിന്റെ നിലപാട് പഴയ നിലപാട് തന്നെയാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരാണ്, അവിടെ സ്ത്രീകൾക്ക് കയറാം എന്നുള്ളതാണ്. ഇത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ സർക്കാർ അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല. കാരണം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പോകും, ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട്. പക്ഷേ ഹൈന്ദവ വിശ്വാസികൾ വളരെ കൃത്യമായിട്ട് അറിയാം കണ്ണിൽ പൊടിയടൽ പരിപാടിയാണ് നടക്കുന്നത് എന്ന്. കാരണം ഇപ്പോൾ സർക്കാർ പറയുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത് എന്ന്. മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി ഇങ്ങനെയാണ്, കോടതി നോക്ക് എന്ന് പറഞ്ഞത്. സർക്കാർ പറയാണ് കോടതിയോട് നോക്കാൻ. ഞങ്ങൾ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, കോടതി നോക്ക്, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. അതല്ലാതെ ശബരിമലയിലേക്ക് സ്ത്രീകളെ, അവിടെ ആചാരം സംരക്ഷിക്കപ്പെടണം, അല്ലെ, അങ്ങനെയല്ലേ സർക്കാർ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈന്ദവ വിശ്വാസികളോട് അയ്യപ്പ സംഗമൊക്കെ നടത്തിയതാണ്, അല്ലെ, അയ്യപ്പ സംഗമം നടത്തിയതാണ്, കൊള്ള നടത്താനാണ് നടത്തിയത്, കക്കാനാണ് നടത്തിയത്, മുക്കാനാണ് നടത്തിയത്, നക്കാനാണ് നടത്തിയത്, അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. എങ്കിലും ഇവരുടെ എന്താ പറയാ, ഹൈന്ദവ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ അയ്യപ്പ സംഗമം നടത്തിയത്. അങ്ങനെയൊക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കെത്തി നാളെ മറ്റന്നാളും അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത മാസം, മെയ് മാസം തുടക്കത്തിൽ തന്നെ പുതിയ എന്താ പറയാ മന്ത്രിസഭ നിലവിൽ വരും. ആകെ ഒരു മാസമാണ് മുമ്പിലുള്ളത്. അപ്പോഴും ഞങ്ങൾ ഹൈന്ദവ വിഭാഗത്തോടൊപ്പമാണ്, അവരുടെ വിശ്വാസങ്ങൾക്കൊപ്പമാണ് എന്ന് സർക്കാർ പറയുന്നില്ല, എന്ന് സർക്കാർ പറയാൻ തയ്യാറായിട്ടില്ല. പകരം പറയുന്നത് എന്താ അറിയോ, കോടതിയോട് നോക്കാനാണ്. മാത്രമല്ല മതപണ്ഡിതരുടെ അഭിപ്രായം കേട്ട് കോടതി തീരുമാനിക്കണമെന്ന് നിലപാട്. മതപണ്ഡിതരുടെ അഭിപ്രായം തേടണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ മതപണ്ഡിതരെ ആരാ തീരുമാനിക്കുക? ഈ മതപണ്ഡിതർ എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും അറിയുന്ന മതപണ്ഡിതർ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യത്യസ്തമായ മതത്തിൽ, പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം, മതം എന്ന് തന്നെ ഹൈന്ദവ
സങ്കല്പത്തെ പറയാൻ പറ്റില്ല. എങ്കിലും ആ ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്ന മതപണ്ഡിതന്മാരാരാണ്? ഇത് കാലാകാലങ്ങളായി ഇവിടെ തുടർന്നു വരുന്ന ആചാരങ്ങളുണ്ട്. അതാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ അടുത്തേക്ക് ഈ എന്താ പറയാ രജസ്സുലകളായ സ്ത്രീകൾ പോകാൻ പാടില്ല. അതാണ് അവിടുത്തെ വിശ്വാസം. അതാണ് അവിടുത്തെ താന്ത്രിക വിധി പ്രകാരമുള്ള വിശ്വാസമാണ്. ഇവര് തെരഞ്ഞെടുക്കുന്ന, കോടതി തെരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു 2-3 മതപണ്ഡിതന്മാർ പറയാണ് അല്ല കയറാം എന്ന് പറയാൻ കേട്ടാൻ പറ്റൂ? അവിടെയാണ് സർക്കാർ കൃത്യമായ നിലപാടെടുക്കേണ്ടത്. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ആചാരം സംരക്ഷിക്കും എന്ന് പറയുന്നില്ല. അതിന് പകരം പറയുന്നത് എന്താണ്? മതപണ്ഡിതരുടെ അഭിപ്രായം കേട്ട് കോടതി തീരുമാനിക്കണമെന്ന് നിലപാട്. ഇനി സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ തടസ്സമില്ലെന്ന് വാദം. സർക്കാരിന് വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്താം. എന്ത് നിയമനിർമ്മാണം നടത്താം? അവിടെ സ്ത്രീകളെ കയറ്റാം എന്ന നിയമനിർമ്മാണം നടത്താം. ഇതായിരുന്നല്ലോ നേരത്തെ സുപ്രീം കോടതിയുടെ വിധി. അവിടെ ഏത് പ്രായക്കാരിയായ സ്ത്രീകൾക്കും അവിടെ കയറ്റാം, അവിടെ കയറാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പിടിച്ചുണ്ടായി കയറ്റണമെന്ന് പറഞ്ഞില്ല. പക്ഷെ സർക്കാർ എന്താ ചെയ്തത്? നെറികേട് ചെയ്തത് അവിടെയാണ് വിജയൻ സർക്കാർ നെറികേട് ചെയ്തത്. സുപ്രീം കോടതി നേരത്തെ 2018 വിധിന്യായത്തിൽ പറഞ്ഞത് ഭരണഘടന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആരാധനാ ആലയത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? സ്ത്രീകളെ വിലക്ക് കൽപ്പിക്കാൻ പാടില്ല. ശബരിമലയിലേക്കും എന്ത് ചെയ്യാം? പ്രായ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് കയറാം എന്ന് 2010 കോടതി പറഞ്ഞിങ്ങോട്ട് എന്താ പറയാ നാവെടുത്തില്ല. അപ്പോഴത്തേക്ക് പിണറായി വിജയൻ സർക്കാർ എന്താ ചെയ്തത്? അപ്പോഴത്തേക്ക് ഇവിടെ സ്ത്രീകളെ കൂട്ടമായി കയറ്റാനുള്ള ശ്രമം നടത്തി. അതല്ലേ നടന്നത്? അതല്ലേ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ ഈ ചില ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്ക് ഇതുപോലെ അവരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയുണ്ട്. വല്ലതും ചെയ്തോ?